അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെയൊക്കെ മാധ്യമങ്ങൾ കാണുന്നൊരു വാർത്തയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചത്തിൽ വെക്കുന്നൊരു പാട്ട് തടയണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗും അതേപോലെ കുറേ മുസ്ലിങ്ങളൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഞാനും കരുതി നമ്മുടെ കേരളത്തിൽ, അത് മലപ്പുറം ജില്ലയിൽ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഉച്ചത്തിൽ വെക്കുന്നൊരു പാട്ട് മുസ്ലിങ്ങൾ തടയാൻ ശ്രമിക്കുക. ഹിന്ദുത്വ ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര പ്രചരണമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ശശികലയുടെ ഒരു വാർത്ത കണ്ടു. ശശികല പറയാണ്, ഈ ക്ഷേത്രങ്ങളിലെ ഉച്ചത്തിലുള്ള പാട്ട് വെക്കാൻ നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ പള്ളികളിലെ ഉച്ചഭാഷിണി, അതായത് പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളിയും നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ അന്വേഷിച്ചു നോക്കി. അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പാട്ട് വെച്ചത് ഏതെങ്കിലും മുസ്ലിം സംഘടനയോ, വേണ്ട മുസ്ലിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗോ അവരുൾക്കൊള്ളുന്ന UDF അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയിലുള്ളത് കോൺഗ്രസിൻ്റെ കൊടിയുണ്ട്, മുസ്ലിം ലീഗിൻ്റെ കൊടിയുണ്ട്. ഇവരൊക്കെ കൂടി പറയാണ് ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഉച്ചത്തിൽ പാട്ട് വെക്കാൻ പാടില്ല, ഈ പാട്ട് വെക്ക് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിൽ UDFനൊക്കെ ഭയങ്കര മേൽക്കോയ്മ ഉണ്ടായി, ലീഗിനൊക്കെ ഭയങ്കര വിജയം ഉണ്ടായി. എന്നിട്ട് കണ്ടില്ലേ, അമ്പലത്തിൽ പാട്ട് വെക്കാൻ സമ്മതിക്കുന്നില്ല, ഇനി ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഭയങ്കര വർഗീയ പ്രചരണം. അതിനിടയിലാണ് ശശികല ഇങ്ങനെയും കൂടി പറഞ്ഞത്. എന്ത് ശശികല എന്നല്ല ശരിക്കും അവരെ പറയേണ്ടത് വിശകല എന്നാണ്. അവർ പറയുന്നത്, ഇന്ന് അമ്പലത്തിൽ പാട്ട് വെക്കാൻ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ പള്ളിയിലെ ബാങ്ക് നിരോധിക്കുക, രണ്ടും നിരോധിക്കട്ടെ. ഇപ്പോൾ അന്വേഷിച്ചത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അത്രേ. അപ്പോൾ എന്താണ് ഈ സംഗതി നടന്നിട്ടുള്ളത്? ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ജയൻ നമ്പൂതിരി എന്ന് പേരുള്ള ഒരു ഹിന്ദു കുടുംബമുണ്ട്. അവരാണ് ഈ ഉച്ചഭാഷിണി, അമ്പലത്തിലെ പാട്ട് അമിതമാണ്, ഭയങ്കര ശബ്ദമാണ്, ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, രോഗികളായ ആളുകളുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഈ ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ പോലീസിൽ പോയ ആൾ ഈ ജയൻ നമ്പൂതിരി എന്ന് പേരുള്ള ഒരു ഹിന്ദു സഹോദരനാണ്. ഈ ആളൊരു UDF അനുഭാവി, ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. അങ്ങനെ ഇദ്ദേഹം കോടതിയിൽ പോയിട്ട് ഉച്ചഭാഷിണിക്ക് പകരം അവിടെ സാധാരണ ഈ ശബ്ദ നിയന്ത്രണ രീതിയിലുള്ള ഉച്ചഭാഷിണി, അതായത് ബോക്സിലാണ് പിന്നീട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ ഉച്ചഭാഷിണിക്കെതിരെ അല്ലെങ്കിൽ അമ്പലത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ നിലവിൽ പരാതി കൊടുത്തത് ശരിക്കും ആരാണ്? ജയൻ നമ്പൂതിരി എന്നൊരു ഹൈന്ദവ സഹോദരനാണ്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില കോൺഗ്രസ്സുകാർ ഈ അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഇങ്ങനെ ക്ഷേത്രത്തിലെ ഉച്ചത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ ജയൻ നമ്പൂതിരി കൊടുത്തൊരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ചില മുദ്രാവാക്യം വിളിക്കാൻ കാരണം ഈ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ പിന്നീട് BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് മാറിയിരുന്നു. അങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് മാറി. സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണല്ലോ. അപ്പോൾ മുദ്രാവാക്യത്തിൽ ആ കാര്യവും പറഞ്ഞിരുന്നു. അല്ലാതെ ഈ സംഭവമായിട്ട് മുസ്ലിം ലീഗിന് ഒരു പുലബന്ധം പോലും ഇല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്ക് ബന്ധമില്ല. ആ അമ്പലത്തിലെ പാട്ടിനെതിരെ പരാതി കൊടുത്തൊരു മുസ്ലിം പോലും അല്ല ജയൻ നമ്പൂതിരി പറയുന്ന ഒരാൾ. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ആംഗിളുകളൊക്കെ മാറി. ഇത് ലീഗുകാർ അമ്പലത്തിലെ പാട്ടിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇപ്പോൾ ഇനി മുസ്ലിങ്ങളുടെ സമ്മതമുണ്ടെങ്കിലേ മലപ്പുറം ജില്ലയിൽ ഒരു അമ്പലത്തിൽ പാട്ട് വെക്കാൻ പറ്റുള്ളൂ, ഇവർക്ക് എത്ര ഉച്ചത്തിൽ ബാങ്ക് കൊടുത്താലും പ്രശ്നമില്ല, ഈ രീതിയിലൊക്കെ പ്രചരണം. പലരും ഇത് ഏറ്റുപിടിച്ചു. ഇത് കണ്ടിട്ട് കുറേ പേര് കണ്ടില്ല, മലപ്പുറത്തൊക്കെ മുസ്ലിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ, പിന്നെ ചിലവർ മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ അഹങ്കാരികളാണ്, എന്തൊക്കെയാണ് ഈ കിടന്ന് വിളിച്ചു കൂവിയത്. ഒടുവിൽ ശശികല പറയാണ്, എന്നാ പിന്നെ പള്ളിയിലെ ബാങ്കും നിരോധിക്കണം. അറ്റ്ലീസ്റ്റ് അവിടെ എന്താണ് വസ്തുതയെങ്കിലും അന്വേഷിച്ചുകൂടെ? അപ്പോൾ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാതെയാണ് ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് കിടന്ന് കാറുന്നത്. ഒരു വർഗീയതയ്ക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് മുഴുവനും കത്തിപ്പടർത്താൻ ചുറ്റും ആളുകളുണ്ട്. ഇപ്പോൾ ശശികല പോലെയുള്ള ആളുകൾ മനസ്സിലാക്കാം, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് എവിടെയും ഒരമ്പലത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ മുസ്ലിങ്ങൾ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കൂല. ഇത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ പെട്ടുപോകുന്നത് ആരാന്നറിയോ? നല്ല ആളുകളും കൂടി. ഇത് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കാണുമ്പോൾ വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. അതെന്നാ ശരിയായിരിക്കും, പിന്നെ മലപ്പുറം ജില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു 4 സപ്പോർട്ടാണ് ഇവർക്ക് വേണ്ടത്. ഇപ്പോൾ ഈ അടുത്തൊരു പാട്ട് ഇറങ്ങിയില്ലേ, പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ട്, ആ പാട്ട് പോലും വിവാദമായത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ പിന്നിലുള്ളത് മുസ്ലിംസാണ്. അത് എഴുതിയത് കുഞ്ഞബ്ദുള്ളയാണ്, അത് പാട്ടുപാടിയത് മുഹമ്മദ് ഡാനിഷാണ്. അപ്പോൾ അതൊരു വർഗീയമാക്കി മാറ്റുക, അത് എന്തുമാത്രം ദുരന്തമായിട്ടാണ് മാറുന്നത്. ഇതിനിടയിലാണ് ശശികലയുടെ ഈ ഒരു വൃത്തികെട്ട ഒരു രീതി. എന്തായാലും ഇതൊരിക്കലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള തമ്മാടിത്തരങ്ങൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള ഈ പറയുന്ന അവിടുത്തെ ഉച്ചഭാഷിണിയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ക്ഷേത്രവുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ അറിയാവുന്ന ആളുകളും താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് അവിടെ ഉള്ള ഒരു ഹിന്ദു കുടുംബമാണ്, ജയൻ എന്നുള്ള ഒരു കുടുംബം, അതൊരു നമ്പൂതിരിയാണ് ആൾ. ആ നമ്പൂതിരിയാണ് എന്ത് ചെയ്തത്, പരാതി കൊടുത്തത്. പക്ഷേ ആ പരാതി കൊടുത്തതിൻ്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് ആർക്കാണ്? ഇപ്പോൾ മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം പറയാണ്ട്, ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഈ ബാംഗ്ലൂർ ഞാനിതാ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്, ഇന്നലെ വന്നതാണ്.
നമ്മളങ്ങനെ മലപ്പുറം വഴിക്കട വഴി വരുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബറായ ഞാൻ എൻ്റെ വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ ചുങ്കത്തറ ഭാഗത്ത് നിന്ന് കയറിയപ്പോൾ റൈഹാനത്ത് നിന്ന് പേരുള്ള നമ്മുടെ ചാനൽ കാണുന്ന ഒരു ലേഡിയാണ് ആ പുക ടെസ്റ്റ് നടത്തുന്നത്. അവിടെ കയറി കണ്ടിരുന്നു, വലിയ സന്തോഷമായി. അതേപോലെ തന്നെ മലപ്പുറം വഴി ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ആ ഹോട്ടലുകാരൻ നമ്മുടെ ഒരു ചാനൽ കാണുന്ന ഒരാളാണ്. വലിയ സന്തോഷം. അവർ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ബാംഗ്ലൂർ വന്നു. അടിപൊളിയായി. കാട് വഴിയുള്ള ബന്ദിപ്പൂർ കാട് വഴിയുള്ള ഒരു യാത്രയായിരുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇവിടെ ബാംഗ്ലൂരിലുള്ള ഒലിവ് ഹോട്ടൽ എന്ന് പേരുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അടിപൊളി ഒരു ഹോട്ടലാണ്, അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വേറെ കുറേ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരത്തോടെ തിരിക്കും. ഇന്നലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, എൻ്റെ സഹപ്രവർത്തകൻ ഖമറുദ്ദീൻ ലത്തീഫി എന്ന പേരുള്ള ഒരു ഉസ്താദ്. അദ്ദേഹം ഈ ഗൂഡല്ലൂർക്കാരനാണ്, തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള ഗൂഡല്ലൂരിൽ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ ഇന്നലെ പൊടുന്നനെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊരു വാർത്ത. അദ്ദേഹം വലിയൊരു സങ്കടത്തിലാണ്. അദ്ദേഹം നാട്ടിൽ പുത്തമ്പള്ളിയിലുള്ള ഒരു ഉസ്താദാണ്, പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ് മൂപ്പര് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അൽഫുർഖാൻ കോളേജ്, എരമംഗലത്തുള്ള അൽഫുർഖാൻ കോളേജിലെ അധ്യാപകനായിരുന്നു, നല്ലൊരു സഹൃദയനായ നല്ല ഒരു ഉസ്താദ്. ആ ഉസ്താദിൻ്റെ ഉപ്പയാണ്. അപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അത്ര ഉപ്പ മൂപ്പരെ, അതായത് ഈ ഖമറുദ്ദീൻ ഉസ്താദിൻ്റെ പെങ്ങളുടെ വീടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മണ്ണൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടായിരുന്നു. പെട്ടെന്ന് എന്തോ വയ്യാ തോന്നി, കുഴഞ്ഞു വീണു. വീട്ടിൽ വന്ന് സംസം വെള്ളം കുടിച്ചു, മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാലി റാജിഊൻ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പൊന്നുപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ഓരോ ദുആയും ഒരു പക്ഷേ ആ ഖബറിലേക്ക് എത്തുന്ന വലിയൊരു പ്രകാശമായിട്ട് മാറും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അതേപോലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു വാർത്ത കേട്ടു, ഭയങ്കര സങ്കടമായ ഒരു വാർത്ത കേട്ടപ്പോൾ. യുഎഇയിലെ റാസൽ ഖൈമയിൽ ശക്തമായ കാറ്റിലും മഴയിലും മലയാളി മരിച്ചു. മലപ്പുറം കൊടിഞ്ഞി സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. അപ്പോൾ ഈ ഒരു ഫാരിസ് എന്ന പേരുള്ള യുവാവ് ഗൾഫിലേക്ക് പോയതാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ റാസൽ ഖൈമയിൽ അപ്പുറത്തുള്ളൊരു കെട്ടിടത്തിലേക്ക് മാറി എന്നാണ്. ശക്തമായ കാറ്റിൽ കല്ല് വന്ന് വീണിട്ടാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടത്. അള്ളാഹു ആ പൊന്നുമോൻക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഭയങ്കര വേദനയല്ലേ. വീട്ടുകാർ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഗൾഫിൽ പ്രവാസിയായിട്ട് പോവുക. കാരണം നമ്മുടെയൊക്കെ പലരും, ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ പ്രവാസിയാണ്, അനുജൻ പ്രവാസിയാണ്, ജ്യേഷ്ഠൻ്റെ മോന് പ്രവാസിയാണ്, ഓൻ്റെ പേരും ഫാരിസ് തന്നെയാണ്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഒരു മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ സങ്കടമുള്ളൊരു കേസാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കുക. ഒരു ഷവർമ്മക്കടയിലായിരുന്നു ഫാരിസിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നത്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് പോയൊരു യുവാവാണ് ഇങ്ങനെ പൊടുന്നത്. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്താദിൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഫാരിസിന് വേണ്ടി ദുആ ചെയ്യുക. കൂട്ടത്തിൽ പറയാനുള്ളത്, ഈ ഇതുപോലെയുള്ള വർഗീയ വാർത്തകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, വർഗീയതക്കെതിരെ, അതായത് ഒരു നാടിൻ്റെ മതമൈത്രി, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മതവിശ്വാസമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടി സ്നേഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാതെ എൻ്റെ മതം മാത്രം മതി, എൻ്റെ വിശ്വാസം മാത്രം മതി, എൻ്റെ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു എഴുത്തുകൊണ്ടോ മറ്റൊരു മതക്കാരൻ നോവാവരുത് എന്ന് ഓരോരുത്തരും കരുതി കഴിഞ്ഞാൽ അതിൻ്റെ നാടിന് വലിയൊരു ആശ്വാസമാണ്. ഞാനത് പരമാവധി ശ്രദ്ധിക്കലുണ്ട്. നമ്മൾ അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിലോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ കൊണ്ട് വേറൊരു മതക്കാരനൊരു പെയിൻഫുൾ ആവാൻ പാടില്ല. അതേപോലെ എൻ്റെ ഒരു എഴുത്തുകൊണ്ട് മറ്റൊരു മതക്കാരൻ വേദന ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക ആ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു, അറബിക് ഭാഷ എത്ര രാഷ്ട്രങ്ങളുടെ ഒഫീഷ്യൽ ഭാഷയാണ്, 28 രാജ്യങ്ങളുടെ ഭാഷയാണെന്നുള്ളതാണ് ശരി ഉത്തരം. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ആദ്യമായിട്ട് എഴുതിയ ഹദീസ് ഗ്രന്ഥം ഏതാണെന്നുള്ളതാണ്. മുമ്പൊരിക്കൽ ചോദിച്ചതാണെന്നുള്ള ഒന്നുകൂടെ ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് എഴുതിയ ഹദീസ് ഗ്രന്ഥം, ഞാൻ 2 കിതാബിൻ്റെ പേര് പറയാം. ഒന്ന് സഹീഹുൽ ബുഖാരി, മറ്റൊന്ന് അൽ മുവത്ത. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.